39 വയസ്സുകാരന്റെ ഒരു മാസ്മരിക പ്രകടനമാണ് നിങ്ങൾ ഇന്ന് കണ്ടത്. അടിപൊളി എന്നല്ലാതെ ഒന്നും പറയില്ല. അപ്പം ഗൈസ്, എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം, നമസ്കാരം. അപ്പൊ ഇന്നത്തെ അർജന്റീന അൾജീരിയ മത്സരത്തില് ഒരു അതിഗംഭീരമായിട്ടുള്ള കുറെ പടച്ചുവിട്ട കുറെ അതിഗംഭീര ഷോട്ടുകൾ ഉണ്ടായിരുന്നു മെസ്സിയുടെ ഭാഗത്ത്. ഹാട്രിക് ഗോളുകളാണ് സംഭവിച്ചിരിക്കുന്നത്. എല്ലാ മെസ്സിയുടെ എന്നല്ല, എല്ലാ ടീമുകളുടെയും ആരാധകരും എല്ലാവരും ഉറ്റുനോക്കിയ ഒരു മാച്ചായിരുന്നു ഇത്. ഇന്ന് സെമി സമനിലയിലാവോ, ഇന്ന് എങ്ങനെയാ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആരാധകർ പോലും ചിന്തിച്ച എങ്ങനെയായിരുന്നാലും മിക്കവാറും ഒരു സമനിലയെങ്കിലും ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു തോന്നുന്നു. പക്ഷെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മുടെ സാക്ഷാൽ ലയണൽ മെസ്സി കളത്തിലിറങ്ങി തകർത്താടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിന്റെ വീഡിയോ ഒന്ന് കാണാം. It was nearly a dream. That's a moment he'd like to forget. I think that Argentina. 17ാമത്തെ മിനിറ്റിൽ അടിച്ചു മോനെ നമ്മുടെ മെസ്സി ഫസ്റ്റ് ഗോൾ അടിച്ചിരിക്കുകയാണ്. 17ാമത്തെ മിനിറ്റിൽ തുടക്കം കുറിച്ച് ഇതിലെ ഈ മാച്ചിലെ ഫസ്റ്റ് ഗോളാണ് തുടക്കം കുറിച്ചത്. He makes football. Andy playing forward. Yeah, I would imagine so. I mean, everything that the doctors and the physios can do now in terms of obviously the strap-ins, the injections and everything else, shouldn't cause him too much pain, but the less he has to do, the better. That's always the case for Messi. It's a cheeky one. Saw Zidane. Getting to percolate the service. രക്ഷയില്ല മോനെ. 70ാമത്തെ മിനിറ്റിൽ അടുത്ത് സെക്കൻഡ് ഗോൾ പറഞ്ഞിരിക്കും. ആരാധകരുടെ ഹാപ്പിനെസ് കണ്ടില്ലേ. ബ്രസീലായിരുന്നാലും പോർച്ചുഗീസ് ആയിരുന്നാലും ഏത് ടീമായിരുന്നാലും എല്ലാവരുടെ ആരാധകർ ഉറ്റുനോക്കിയ ഒരു മാച്ചായിരുന്നു. The right place at the right time. This be the moment. Zidane just enough to whisk away Messi's effort toward a hat-trick. Well, the whole stadium held its breath. Slides it centrally. Goal in the end. And De Paul. Zinedine Zidane looks on. Luka. 72ാമത്തെ മിനിറ്റിൽ അടുത്ത ഗോൾ പറഞ്ഞിരിക്കുകയാണ്. ഹാട്രിക്കോട് കൂടി മെസ്സിയുടെ ഒരു അരങ്ങേറ്റം അല്ല, ഒരു അഴിഞ്ഞാട്ടം ആണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ഫിഫ വേൾഡ് കപ്പില് 6ാമത്തെ വേൾഡ് കപ്പില് 39 വയസ്സുകാരനുള്ള മെസ്സി അങ്ങ് തകർത്താടി. ഒരു രക്ഷയില്ല. McAllister provides quite the moving screen. Very much a body check, wasn't it? നമ്മുടെ ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ജീവിച്ചിരിക്കുന്നു പറയുന്നത് ഒരു വലിയ കാര്യമാണ്. എന്തൊക്കെ പറഞ്ഞിരുന്നാലും മെസ്സി, റൊണാൾഡോ, നെയ്മർ ഇതേപോലത്തുള്ള ലെജൻസിന്റെയൊക്കെ ഈ കാലഘട്ടത്തിൽ നമുക്ക് എന്തായിരുന്നാലും ഈ ജീവിച്ചിരുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഇനി അടുത്ത തലമുറയ്ക്കൊക്കെ ഇതേപോലത്തെ ഒരു വലിയ ഒരു ആരാധക വൃന്ദമുള്ള ടീം, ഒരു ലെജൻസിനെയൊക്കെ വളരെ റയറായിട്ട് മാത്രമേ എനിക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൂ. കിട്ടുമായിരിക്കാം, പക്ഷെ എന്നായിരുന്നാലും ഇതേ ഒരു വൈബിലുള്ള ടീംസ് നമ്മൾ ആ കാലഘട്ടത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് പറയാൻ നമ്മൾ പ്രൗഡാണ്. അർജന്റീനയുടെ തുടക്കമാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഈ മെസ്സിയുടെയൊക്കെ ഒരു ആ ബോഡി ലാംഗ്വേജും ആ ബോൾ പാസ് ചെയ്ത് കളിക്കുന്ന ഇപ്പൊ അഹങ്കാരമൊന്നുമില്ല. മെസ്സിക്ക് മുന്നേയുള്ള കളികൾ കണ്ടാലേ അറിയാം എന്തുകൊണ്ടാണ് മെസ്സിക്ക് ഏറ്റവും കൂടുതൽ ആരാധകർ, ഇത്ര ഫാൻ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പൊ ചിലവർ പറയും ഇപ്പം റൊണാൾഡോയ്ക്ക് അത്രത്തോളം ഇല്ല, എന്തുകൊണ്ടാണ് മെസ്സിക്ക് ഇത്രത്തോളം വരുന്നതെന്ന് പറയുന്നത്. പക്ഷെ മെസ്സി എന്ന് പറയുമ്പോഴത്തേക്കും സ്വന്തമായിട്ട് കളിക്കുകയും അതേപോലെ കൂടെ നിന്ന് നമ്മുടെ കൊളീഗിനൊക്കെ വേണ്ടിയിട്ട് പാസുകളൊക്കെ കളിക്കുകയും സപ്പോർട്ട് ചെയ്യും, ഇതൊക്കെ ചെയ്യുന്ന ഒരു പുള്ളിക്കാരനാണ്. പക്ഷെ റൊണാൾഡോ അങ്ങനെയല്ല. ഏകദേശം ചില ആരെങ്കിലൊക്കെ കമന്റിൽ വന്നൊക്കെ ഇപ്പം കമന്റ് ചെയ്യുമായിരിക്കും. പക്ഷെ എന്നിരുന്നാലും ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ട് കളിക്കുന്നത് മെസ്സിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ സ്വന്തം അഭിപ്രായമാണ്. എന്നിരുന്നാലും എല്ലാ ടീംസുകളുടെയും മാച്ചസ് നമുക്ക് ഇതേപോലെ നല്ല രീതിയിൽ കളിക്കാൻ കഴിയട്ടെ. ഞാനൊരു അർജന്റീന ഫാൻ എന്നുള്ളൊരു നിലയ്ക്ക് എനിക്കിന്ന് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു.
I am very happy.